വളരെ സ്വാദിഷ്ടമായൊരു ബീഫ് റോസ്റ്റാണ്. ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഇപ്പം ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പല രീതിയിലും പല ആളുകളും റോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ രീതി ഒന്ന് കണ്ടു നോക്കണം. ഇതിപ്പോൾ 1/2 കിലോ ബീഫ്, 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1 സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. പിന്നെ ഒരു തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്, 4 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബീഫ് റോസ്റ്റിന് നമ്മൾ സവാള എടുക്കില്ല, കൊച്ചുള്ളിയാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ. ഇപ്പോഴിതെല്ലാം കൂടെ നല്ലതുപോലെ വിരവി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്നുപോലെ ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട് ബീഫുമായിട്ട്. ഇതിനി ഒരു കുക്കറിലേക്ക് വാരിയിടാം. നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രം അരപ്പെല്ലാം കഴുകി ഒരു 1/2 ഗ്ലാസ്സിന് വേണ്ടി വെള്ളം ഒഴിക്കുകയാണ്. 1/2 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി നമ്മൾ ഒഴിക്കുകയുള്ളൂ. ഇനി അത് അടച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് നമ്മൾ 6 വിസിലടുപ്പിച്ച് കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്ത് അതിലേക്ക് കടുക് വറുക്കാനായി പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മുളകിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് വരുന്നതോടുകൂടി ഈ ബീഫ് അതിലേക്ക് തട്ടിക്കൊടുക്കാം. കോരിയിടാം. കുറേശ്ശെ കോരിയിട്ടാലും മതി, ഒരുമിച്ച് തട്ടി കൊടുക്കുന്നുണ്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അടപ്പ് കൊണ്ട് അടച്ച് വേവിക്കാം. 2 ചെറിയ സവാള ഞാൻ ഇവിടെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മൾ റോസ്റ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ വറുത്ത സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിനകത്തൊരു സാധനം കൂടെ നമ്മൾ ചേർക്കും. അപ്പോൾ ഈ സവാള ചേർത്തൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. സവാള നമ്മൾ നല്ലപോലെ വറുത്തിട്ടുണ്ട്. അതുപോലെ നല്ലപോലെ വറുത്ത് വേണം എടുക്കാൻ. ഇതുപോലെ മിക്സാക്കി എടുക്കുമ്പോഴത്തേക്ക് സവാള ചേർത്തതായിട്ട് അറിയത്തേ ഇല്ല. എന്നാൽ മുരിഞ്ഞ സവാളയുടെ ഇതും ടേസ്റ്റും കാണും. ഇനി ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അവസാനമായിട്ട് റോസ്റ്റിനകത്ത് ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് ഇനി അതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്, അതായത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അവസാനം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത സവാളയും വിനാഗിരിയും ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. അപ്പോഴും നമ്മൾ സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല റോസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം വരും. അപ്പോഴിതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോഴടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.